ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ ആഗുംബെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, ആഗുംബെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ചിറാപൂഞ്ചി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. അതുപോലെ എപ്പോഴും മഴയാണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു പുരാതന ഒരു സത്രമാണ്. 1906 കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഒരു ദിവാന പൂർണേശ്വരി സത്രം. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ രാവിലെ തന്നെ കാണാൻ ഇറങ്ങിയതാണ്. രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. കരിങ്കല്ലുകളാലൊക്കെ നിർമ്മിച്ച അതിമനോഹരമായ ഒരു സ്ഥലം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഓടുമേഞ്ഞതായിരുന്നോ പുല്ലിട്ട കെട്ടിടമായിരുന്നോ എന്നറിയില്ല. പക്ഷേ ഇത് അടിപൊളിയാട്ടോ. കരിങ്കല്ലിനാൽ നിർമ്മിതമാണ് ഫുള്ള്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ വളരെ മനോഹരമായൊരു നിർമ്മിതിയാണ്. കണ്ടോ, ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തളം. ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് വന്ന് വിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് കണ്ടോ, ഈ കൽഭിത്തികളാണ്. പിന്നെ അകത്തേക്കുള്ള ജനാലകളും അതുപോലെ തന്നെ നല്ല അത്തരത്തിലേക്കുള്ള വഴികളൊക്കെ നല്ല മനോഹരമാണ്. നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ ഇത് അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ റൂമുകളും ഒക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം വരും തലമുറകൾക്കൊക്കെ കാണാനും ഒക്കെ ഉള്ളത്. പക്ഷേ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം ഇതിലൊക്കെ വരുന്നവർ പേരൊക്കെ കുത്തിവെക്കുന്നുണ്ടോ, അതാണ് ഇതാണ് ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യം. ഇതിപ്പോൾ കയറി വന്ന നമ്മുടെ എൻട്രൻസ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് വന്നാൽ താഴത്തേക്ക് എന്തോ പോയി കാണാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഒക്കെ ആൽമരം കയറി വന്നേക്കുന്നുണ്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ. ഇതിൻ്റെ പിന്നിലേക്കും ഇതിൻ്റെ ചെറിയ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഓടിട്ട കെട്ടിടം വരുന്നത്. ഒരുപാട് പേര് ഇവിടെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് ആഗുംബയിൽ സ്റ്റേ അടിക്കും. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് എന്തോ ഒരു 2 പ്രതിമകളുണ്ടെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് നമുക്ക് രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ആഗുംബയിൽ. നമ്മൾ സ്റ്റേ എടുത്തതിന് ശേഷം ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു നാച്ചുറൽ സ്റ്റേയിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി മടക്കാം. രാവിലെ മഴ തുടങ്ങി. അപ്പം നമുക്ക് വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.